റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കൂട്ടാനുകൾ നോക്കാം. മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് മസാലയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറി നല്ല പോലെ തിളച്ച് മീൻ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് താളിച്ചെടുക്കാം. ഇതിനു വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. കുക്കറിലേക്ക് കഴുകി വെച്ച പരിപ്പിട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടച്ച് വെച്ച് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തതായി വഴുതനങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി വഴുതനങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, വെള്ളവും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് മീൻ പൊരിക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം മീനിട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. മീനൊന്ന് ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി സാമ്പാർ ഒന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് സാമ്പാർ കായം കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കറിയിലേക്ക് ഒഴിക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് വഴുതനങ്ങയുടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് താളിച്ചൂടെടുക്കാനുണ്ട്. അതിനുവേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വഴുതനങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അടുത്തതായി പപ്പടം പൊരിച്ചെടുക്കാം. പപ്പടവും പൊരിച്ചെടുത്തിട്ടുണ്ട്.